ഹലോ ഗൈസ്, അസ്സാമലൈക്കും. അപ്പോൾ ഇന്നൊരു മന്തി ആക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മന്തിയിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കുകയാണ്. അതിന് പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ട്, കുറച്ച് പുതിനയിലുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് പേസ്റ്റാക്കിയിട്ട് നമ്മൾക്ക് ഈ ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റാണ്. ചിക്കനിലേക്ക് അത് ആ പേസ്റ്റ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചിക്കനൊന്ന് നല്ലോണം കുഴച്ച് കുറച്ച് സമയം എന്നൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതേ ആ പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മന്തി മസാല, അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് മന്തി മസാല, പിന്നെ കുരുമുളക് പൊടി, മാഗി ക്യൂബ്, പിന്നെ കളറിന് ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലവണ്ണം കുഴച്ച് ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിട്ട് നല്ലവണ്ണം കുഴച്ച് ഒരു 4-5 മണിക്കൂർ, ഇനി തലേ ദിവസമാണെങ്കിൽ അത്രയും നല്ലത്, കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടുതൽ ഫ്രൈ ആകണ്ട, ഒരു മീഡിയം ലെവലിൽ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെക്കാം. അപ്പോൾ അത് വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അരി ഊറ്റിയെടുത്തു കേട്ടോ. അതിലേക്ക് കുരുമുളക്, കുറച്ച് മന്തി മസാലയും ഒരു ഉണക്ക ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കന് നമ്മൾക്ക് പാകത്തിന് മറിച്ചും തിരിച്ച് ഇട്ട് ഒന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ ചോറ് റെഡിയായി. ചിക്കന് നമുക്ക് ദമ്മ് വെക്കാം. അപ്പോൾ ആ മസാലേൻ്റെ മുകളിൽ അതിനെ ചോറിട്ട് കൊടുക്കുക. ചോറിട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് സമയം ദമ്മിൽ വെച്ച് എടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചോറ് റെഡിയായി, മന്തി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ മന്തി ഞാൻ ചോറ് വേറെയും, പിന്നെ ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ എടുത്തിട്ട് പിന്നെ ആ മസാലയിലേക്ക് നമുക്ക് ചോറിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്.